നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4000 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രിക്കാണ് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞത്. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതികളിലൂടെ 4000 പേർക്ക് തൊഴിൽ കിട്ടുന്നു. രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത്. ISROയുടെ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി. ചന്ദ്രയാൻ, ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട്. ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി. കൊച്ചി വാട്ടർ മെട്രോയെ തേടി രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും എത്തുന്നുവെന്നതും ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നടനും മുൻ MPയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും നടത്തിയിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയത്. വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 4000 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം, ഡ്രൈ ഡോക്ക് എന്നിവയും IOCയുടെ LPG ഇറക്കുമതി ടെർമിനലും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റ് വിവിധ പരിപാടികൾക്കുമായി ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി എന്നത് ഏറെ ശ്രദ്ധേയമായി മാറി. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തില്ലെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി P. രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മുഖ്യമന്ത്രി എത്തുമെന്ന അറിയിപ്പുമുണ്ടായിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് P. രാജീവായിരുന്നു. എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ M. അനിൽകുമാർ, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയില്ല. ഇന്ന് നടക്കുന്ന ഷിപ്പ്യാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഗവർണറേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുത്തു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസിക്കുന്നത്. പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത്. സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും BJP ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ല എന്നത് വലിയ വിമർശനം ഉണ്ടായിരുന്ന സംഭവമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല. മിക്ക നേതാക്കളും മോദിയെ പേരെടുത്ത് വിമർശിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി നേരിട്ടൊരു വിമർശനം പോലും ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളുടെ സഹായം തേടിയതിനു ശേഷമാണ് പിണറായി വിജയൻ എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.